Dear friends, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ സിസ്റ്റമാണ്. നമ്പർ സിസ്റ്റം നമ്മൾ ഓൾറെഡി ഓഡിയോ ക്ലാസ് കേട്ടിരുന്നു. നമ്മൾ അതിൻ്റെ ബാക്കി നോക്കുകയാണ്. ദറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ ആൻഡ് കമ്പാരിസൺസ്. Then number system that are divided as non-positional number system and positional number system. അതായത് ഏൻഷ്യൻ കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്ത നമ്പർ സിസ്റ്റമാണ് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഇന്ന് നമ്മളത് യൂസ് ചെയ്യുന്നില്ല. സ്റ്റോൺസിൻ്റെയും മറ്റേ സ്റ്റോൺസിൻ്റെയും സ്റ്റിക്സിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയാണ് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമ്മളിന്ന് വർക്ക് ചെയ്യുന്നത് പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിലാണ്. അതായത് ഈച്ച് നമ്പർ ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ അക്കോർഡിംഗ് ടു ഇറ്റ്സ് പൊസിഷൻ അനുസരിച്ചിട്ട് ഒരു നമ്പറിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്പർ വൺസിൻ്റെ പൊസിഷനിലിരിക്കാം, ടെൻസിൻ്റെ പൊസിഷനിലിരിക്കാം, ഹൺഡ്രഡ്സിൻ്റെ പൊസിഷൻ, അങ്ങനെ നമ്മൾ പല പൊസിഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ പൊസിഷൻ അനുസരിച്ചിട്ട് നമ്പറിന് ഒരു വാല്യൂ ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഈച്ച് പൊസിഷൻ ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഒരു ടേമാണ് ബേസ് ഓർ റാഡിക്സ് ഓഫ് എ നമ്പർ സിസ്റ്റം. ദാറ്റ് ഈസ് the total number of symbols used in a number system is known as base or radix. സാധാരണ ഒരു നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. മൗസ് പോയിൻ്റർ ശ്രദ്ധിക്കുക. നമ്പർ അതൊരു ബ്രാക്കറ്റിനകത്തിട്ടിട്ട് ബേസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നമ്പർ ബ്രാക്കറ്റിനകത്ത് ബേസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ബേസ് ഓർ എ റാഡിക്സ് ഓഫ് ദ നമ്പർ സിസ്റ്റം. നെക്സ്റ്റ് we have positional number system. Positional number system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അക്കോർഡിംഗ് ടു പൊസിഷൻ ഇറ്റ് ഹാസ് ഓൺ വാല്യൂ. ഓക്കെ, പൊസിഷൻ അനുസരിച്ചിട്ട് ഒരു നമ്പറിന് ഒരു വാല്യൂ ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. പൊസിഷണൽ നമ്പർ സിസ്റ്റം ഈസ് അഗെയിൻ ഡിവൈഡഡ് ആസ് ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. So we have to study in detail. Decimal number system, it is known as base 10 number system. That is commonly used number system by us. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. Here base is 10. The commonly used symbols are 0 to 9. 0 to 9 വരെ സിമ്പിൾസ് യൂസ് ചെയ്യുന്നു. The examples are there. നോക്കൂ, 1275 നമ്മൾ കോമൺലി യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ എഴുതാൻ ചെയ്യാറുള്ളൂ അല്ലേ. നോക്കൂ, ഇനി അത് ശരിക്കും എഴുതേണ്ടത് എങ്ങനെയായിരുന്നു? 1275 എന്നിട്ടിട്ട് ബ്രാക്കറ്റിനകത്ത് അത് എഴുതി ബ്രാക്കറ്റിന് പുറത്ത് നമ്മൾ അതിൻ്റെ ബേസ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ബേസ് താഴത്തൊക്കെ ആയിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ അത് നിർബന്ധമില്ല. കാരണം നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റം ആയതുകൊണ്ട് അത് വെറുതെ എഴുതിയാലും തെറ്റില്ല. ബാക്കിയുള്ള നമ്പർ സിസ്റ്റമൊക്കെ വരുമ്പോൾ അങ്ങനെ പാടില്ല. എപ്പോഴും ബേസ് എഴുതിക്കൊണ്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഈ 1275 എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളിതിനെ എന്ത് ചെയ്യുന്നു? 10ൻ്റെ പവറുകളുടെ സഹായത്തോടു കൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു പുതിയ ഫോർമാറ്റാണ് പഠിക്കുന്നത്. വലിയ സംഗതിയൊന്നുമില്ല, ചെറിയൊരു കാര്യം തന്നെ. ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. എൻ്റെ മൗസ് പോയിൻ്റർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ആ നമ്പർ ഏത് നമ്പറിനെയാണോ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഞാനിവിടെ 1272 എന്ന് പറഞ്ഞ നമ്പറിനെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മൗസ് പോയിൻ്റർ ശ്രദ്ധിക്കണം. നമുക്ക് വൈറ്റ് ബോർഡിൻ്റെ സഹായം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മൗസ് പോയിൻ്റർ തന്നെ നമ്മൾ സഹായിക്കാനുള്ളൂ. റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ ഇവിടെ റെഡ് ഇങ്കിൽ വേറൊരു മഷിക്ക് ഞാൻ അവിടെ ഒരു സീറോസ് തൊട്ട് നമ്പർ ചെയ്ത് തുടങ്ങിയത്. റൈറ്റ് സൈഡിൽ വൺസിൻ്റെ പൊസിഷനിൽ 0 എന്ന് നമ്പർ ചെയ്തു. ദെൻ ടെൻസിൻ്റെ പൊസിഷനിൽ 1 നമ്പർ ചെയ്തു. ഹൺഡ്രഡ്സിൻ്റെ പൊസിഷനിൽ 2 ആൻഡ് തൗസൻഡ്സിൻ്റെ പൊസിഷനിൽ 3 ഓർത്താൽ മതി. റൈറ്റ് സൈഡിൽ നിന്ന് നിങ്ങൾ 0 to നമ്പർ ചെയ്ത് തുടങ്ങാം. 0 1 2 3 നമ്പർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇനി നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെ നമ്മൾ എഴുതി പോവാണ് കേട്ടോ. അതായത് 2 into 10⁻⁴. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇനി കൺഫ്യൂഷൻ ആണ്, അങ്ങോട്ട് മൗസ് കൊണ്ട് കളിക്കേണ്ട. 1 into 10⁻3. എന്താ അവിടെ 10 യൂസ് ചെയ്യാൻ കാരണം? ഹിയർ ബേസ് ഈസ് 10 അല്ലേ. 1 into 10⁻3, 2 into 10⁻2, 2 into ഇവിടെ 10 യൂസ് ചെയ്തു. 7 into 10⁻1, 2 into 10⁻0. ഇത്ര എഴുതിപ്പോയി. ഇനി നമുക്ക് നോക്കേണ്ടത് 10⁻3യുടെ വാല്യൂ എന്താണെന്നാണ് നോക്കേണ്ടത്. 10⁻3 എന്ന് പറഞ്ഞാൽ എന്താണ്? 10നെ 3 times മൾട്ടിപ്ലൈ ചെയ്യുക. 10 into 10 into 10, ദാറ്റ് ഈസ് 1000. 1 into 1000 പ്ലസ് 2 into 100. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് എന്താ പറയുന്നത്?
ഇത് 10 ക്യൂബാണ്, ദാറ്റ് ഈസ് ദ 10 സ്ക്വയർ, ദാറ്റ് ഈസ് 10 ഇൻറ്റു 10, ദാറ്റ് ഈസ് 100. 7 ഇൻറ്റു 10 റേസ് ടു 1, ദാറ്റ് ഈസ് 10. 7 ഇൻറ്റു 10. 2 ഇൻറ്റു 10 റേസ് ടു 0, 2 ഇൻറ്റു 1. നോക്കുക, എനി നമ്പർ റേസ് ദ പവർ 0 ബിക്കംസ് 1. ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പവർ 0 തൊട്ട്, അപ്പോൾ 10 റേസ് ടു 0 വന്നാൽ 1, 5 റേസ് ടു 0 വന്നാൽ 1. ഏത് നമ്പർ ആയിക്കോട്ടെ അതിൻ്റെ റേസ് ദ പവർ 0 ആണെങ്കിൽ അതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 1. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. നമ്മൾ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിച്ച കാര്യമാണ്, ഓർമ്മയുണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് അറിയാത്തുണ്ടാവുക. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 1000 പ്ലസ് 200 പ്ലസ് 70 പ്ലസ് 2, ദാറ്റ് ഈസ് 1272. അടുത്തത് ബൈനറി നമ്പർ സിസ്റ്റം. ഇറ്റ് ഈസ് നോൺ ആസ് ബേസ് 2 നമ്പർ സിസ്റ്റം. ഇത് സാധാരണ കമ്പ്യൂട്ടറും ഡിജിറ്റൽ വേൾഡിലും യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ്. ഹിയർ സിമ്പിൾസ് ആർ 0 and 1. ഓക്കെ, സിമ്പിൾസ്. ദ എക്സാമ്പിൾസ് ആർ ദ, നോക്കൂ, തന്ന എക്സാമ്പിൾസിലെല്ലാം നമുക്ക് അവിടെ എന്താ കാണുന്നത്? തന്ന എക്സാമ്പിൾസിലൊക്കെ കാണുമ്പോൾ അവിടെ 1ഉം 0 എന്ന് പറഞ്ഞ സിമ്പിൾസാണ് കാണപ്പെടുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ നേരത്തെ കണ്ട പോലെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് എ ഡെസിമൽ നമ്പർ സിസ്റ്റം വാല്യൂ. ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം വാല്യൂ നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക, ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ നിന്ന് 0 ട്ട് പോയി 0, 1, 2, 3 എന്ന് 2 എടുത്തു. 1 ഇൻറ്റു, ഇവിടെ 10ന് പകരം 2 ആ യൂസ്, ബിക്കോസ് എന്താണ് ഇവിടെ ബേസ് 2 ആണ്. 1 ഇൻറ്റു 2 റേസ് ടു 3 പ്ലസ് 1 ഇൻറ്റു 2 റേസ് ടു 2 പ്ലസ് 1 ഇൻറ്റു 2 റേസ് ടു 1 പ്ലസ് 1 ഇൻറ്റു 2 റേസ് ടു 0. ഇങ്ങനെ ഇട്ടുപോയി അല്ലേ. 1 ഇൻറ്റു 2 റേസ് ടു 3, അങ്ങനെ നമ്മളങ്ങനെ അതിന് വാല്യൂ കൊടുത്തു പോയി. 1 ഇൻറ്റു 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2ന് 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 8. 1 ഇൻറ്റു 2 റേസ് ടു 2, ദാറ്റ് ഈസ് 4. 1 ഇൻറ്റു 4 പ്ലസ് 1 ഇൻറ്റു 2, നോക്കൂ, 2 റേസ് ടു 0 വന്നു, കണ്ടോ? 2 റേസ് ടു 0ൻ്റെ റിസൾട്ട് എന്താ വന്നത്? 1 ആണ് വന്നത്. 1 ഇൻറ്റു 1 മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഫൈനൽ റിസൾട്ട് ബിക്കംസ് 15. നെക്സ്റ്റ്, octal number system or base 8 number system. Here we are using the simple 0, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ നോക്കുക, കണ്ടോ, അതിൻ്റെ എക്സാമ്പിൾസ് എഴുതിയപ്പോൾ കണ്ടോ, നമ്പർ എഴുതി താഴെ ബേസ് 8 എന്ന് എഴുതുക ചെയ്തത്. ഓക്കെ, ബട്ട് ഇത് വാലിഡ് ആണോ? അല്ല. ബിക്കോസ് എന്താണ്, ഇവിടെ 8 എന്ന് പറഞ്ഞ സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് സിമ്പിൾ 8 ഈസ് ഇൻവാലിഡ്. ബിക്കോസ് എന്താണ്, ഇവിടെ 0 മുതൽ 7 വരെയുള്ള സിമ്പിൾസേ ഉള്ളൂ. ഇവിടെ ഇത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് പോകണമായിരുന്നു. ഇവിടെ 8 എന്താണ്, ഈ 8 ഇൻവാലിഡ് ആണ്. ബിക്കോസ് എന്താണ്, ഇവിടെ 0 to 7 വരെയുള്ള സിമ്പിൾസ് ആണ് യൂസ് ചെയ്തത്. ദെൻ നോക്കാം, ഇവിടെ നമ്മൾ ആ 415 എന്ന് പറഞ്ഞ ഒരു ഒക്ടൽ നമ്പറിനെ ഞാൻ ഈ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു ഡെസിമൽ വാല്യൂ ആണ്. നമ്മളിവിടെ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ നിന്ന് വാല്യൂ കൊടുക്കുന്നു. 0, 1, 2, 4 ഇൻറ്റു 8 സ്ക്വയർ, 1 ഇൻറ്റു 8 റേസ് ടു 1, 5 ഇൻറ്റു 8 റേസ് ടു 0, 4 ഇൻറ്റു 8 സ്ക്വയർ എന്നാൽ 4 ഇൻറ്റു 64 പ്ലസ് 1 ഇൻറ്റു 8 പ്ലസ് 5 ഇൻറ്റു 1. ഇതൊക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ 269 എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ നമ്പർ നമുക്ക് കിട്ടും. നെക്സ്റ്റ് കംസ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, ബേസ് 16 നമ്പർ സിസ്റ്റം. ഇവിടെ 16 സിമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാം. 0 to 9 വരെയുള്ള സിമ്പിൾസും A to F വരെയുള്ള സിമ്പിൾസും യൂസ് ചെയ്യുന്നു. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 10ഉം ബിയുടെ വാല്യൂ 11ഉം C 12, D 13, E 14, F 15. എക്സാമ്പിൾസ് അവിടെ കാണുന്നുണ്ട് അല്ലേ. ഇതിന് ഞാൻ എക്സ്പാൻഡ് ചെയ്യണം, ഒരു ഇത്തിരി വലുത് പറഞ്ഞെടുത്ത് എക്സ്പാൻഡ് ചെയ്യാണ്. 1AF. ഓക്കെ, അപ്പോൾ നമ്മൾ 0, 1, 2 എന്ന് കൊടുത്തു സാധാരണ ചെയ്യണ പോലെ. 1 ഇൻറ്റു 16 സ്ക്വയർ. സാധാരണ കേസിൽ A ഇൻറ്റു 16 റേസ് ടു 1 എന്നാണ് എഴുതേണ്ടത്. എയുടെ വാല്യൂ എന്താണ്? 10 ആണല്ലേ. സോ ആ 10 എഴുതി. 10 ഇൻറ്റു 16 റേസ് ടു 1. എഫിന് പകരം 15 യൂസ് ചെയ്തു. കാരണം എന്താണ്, എഫിൻ്റെ വാല്യൂ 15 ആണല്ലേ. 15 ഇൻറ്റു 16 റേസ് ടു 0 എഴുതി. 1 ഇൻറ്റു 256 പ്ലസ് 10 ഇൻറ്റു 6, 15 ഇൻറ്റു 1. ഈ 1 വന്നത് എങ്ങനെയാണ്? 16 റേസ് ടു 0 വന്നാൽ 1 ആണ് വരിക അല്ലേ. എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ദ ഫൈനൽ റിസൾട്ട് ബിക്കംസ് 431. അതായത് ഈ ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു ഡെസിമൽ നമ്പർ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയാണ് നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഈ തന്ന എക്സ്പാൻഷൻസ് നിങ്ങൾ എഴുതി പഠിക്കേണ്ടതുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.